2024 T20 ലോകവും വിജയിച്ച സന്തോഷത്തിൽ നിന്ന് ഇന്ത്യൻ ജനത കേട്ടത് രണ്ട് നിരാശപ്പെടുത്തുന്ന അപ്ഡേറ്റുകളാണ്. ഒന്ന്, അവരുടെ നായകൻ രോഹിത് ശർമ്മ താൻ ഇനി T20 ക്രിക്കറ്റിന്റെ ഭാഗമാകില്ല എന്ന് പറഞ്ഞത്. ശേഷം വിരാട് കോഹ്ലി താൻ T20 ക്രിക്കറ്റിൽ നിന്ന് പാടരികയാണെന്ന് പറഞ്ഞത്. ഈ രണ്ട് അപ്ഡേറ്റുകളും ഇന്ത്യൻ ആരാധകർക്ക് ഏറെ നിരാശ സമ്മാനിച്ചതാണ്. എന്തുകൊണ്ടാണ് കരിയറിന്റെ ഏറ്റവും പീക്ക് ഫോമിൽ നിൽക്കുമ്പോൾ ഇരുവരും ഇങ്ങനൊരു തീരുമാനമെടുത്തത്? ഏവരും ചോദിച്ച കാര്യമാണ്. എന്തായാലും അന്നവർ സന്തോഷിച്ചത് ഇരുവരെ ഇനി ടെസ്റ്റിലും ഏകദിനത്തിലും കാണാൻ സാധിക്കുമോ എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും അതും അധിക നാൾ നീണ്ടു നിന്നില്ല. ഇപ്പോഴിതാ രോഹിത് ശർമ്മയ്ക്ക് തൊട്ടു പിന്നാലെ 5 ദിവസങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിടവാങ്ങൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇരുവരും ഭാഗമാകുക ഇന്ത്യൻ പ്രീമിയർ ലീഗിലും ഏകദിന മത്സരങ്ങളിലും മാത്രമായിരിക്കും. ആരാധകർക്ക് ഏറെ സങ്കടം തരുന്ന അപ്ഡേറ്റ് ആണെങ്കിലും മറ്റൊരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. 2027 ഏകദിന ലോകകപ്പ് വരികയാണ്. തുടർച്ചയായി 2 ICC ട്രോഫികൾ ജയിച്ചു നിൽക്കുകയാണ് ഇന്ത്യ. അവരെ തൊടാതെ കടന്നുപോയതാണ് 2023 ഏകദിന ലോകകപ്പ് കിരീടം. ആ ഏകദിന ലോകകപ്പ് കിരീടം അടുത്ത് നേടിത്തരിക എന്നുള്ളതായിരിക്കും ഇരുവർക്കും മുമ്പിലുള്ള പ്രധാന ലക്ഷ്യം. അതായത് മിഷൻ 2027 തങ്ങളുടെ കംപ്ലീറ്റ് കരിയർ ഇരുവരും മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റൊന്നിലും ശ്രദ്ധിക്കുന്നില്ല. ഏകദിനത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഇന്ത്യ ഏറെ ആഗ്രഹിച്ച അന്ന് കൈവിട്ടു പോയ ആ കിരീടം അത് നേടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇരുവർക്കും മുമ്പിലുള്ള പ്രധാന ലക്ഷ്യമെന്ന് ഉറപ്പിക്കാം.